ചോദ്യം ഉണ്ടോ കയ്യില്? ഉണ്ട്. ഇറക്കാം നമുക്ക്. അതിന് മുന്നേ പാട്ടിനെ കുറിച്ച് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഓക്കെ ശരത് സർ. എന്താ പാറു പാടിക്കഴിഞ്ഞു. വാട്ട് ഇസ് ദിസ്? ഇത് പാർട്ട് ഓഫ് ദ ഗെയിം ആണോ? പാർട്ട് ഓഫ് ദ ഗെയിം ആണോ? പാട്ട് പാട്ട് പാട്ടിന്റെ ദൈവമേ. എന്താ ചെയ്യാ? കുസൃതി ചോദ്യം ഉണ്ട് കേട്ടാ കയ്യില്. മക്കളെ എന്നാ പിന്നെ അതങ്ങ് ചോദിക്കും. പിന്നെ കാര്യം നമുക്ക് അത് വെച്ച് കളിക്കാലേ. ഉത്തരം കിട്ടിയാലേ അത് ഏറി മുറിക്കാം. ചുമ്മാ പറഞ്ഞാ മോളെ. അല്ലല്ല ഞങ്ങളൊക്കെ ടെൻസ്ഡാടാ മോളെ. ഇത് പറഞ്ഞാ ഒന്ന് കൂളാവും. ഒരു കുസൃതി ചോദ്യം ആരടുത്താ? വിജയ് യേശുദാസിന്റെ അടുത്താണോ? വിജയ് ചേട്ടാ ടാസ്ക് വരുന്നുണ്ട്. അതായത് എന്നെ പറ്റി ചിന്തിച്ചും പോലും ഇല്ല, എടുത്തങ്ങോട്ട് ഇട്ട് കൊടുത്തു. ചോദിച്ചോ. കുറച്ച് ഹൈ ലെവലാണോ അതോ ലോ ലെവലാണോ? നിന്റെ ലെവലാ? മീഡിയം. താറ ലെവലാണ്. മകള് ചോദിച്ചോ. ചോദിച്ചോ. ഒരു സാധനം നമ്മൾ കറിയിലിടാനായിട്ട് മേടിക്കും, കറിയിലിടുകയും ചെയ്യും, പക്ഷെ നമ്മളത് കഴിക്കില്ല. കറിവേപ്പില അല്ല. കറിവേപ്പിലൊക്കെ കഴിക്കുന്ന ആൾക്കാർ എല്ലാരും കഴിക്കാറില്ല, ചില ആൾക്കാർ മാറ്റി വെക്കും. ഞാൻ മാറ്റി വെക്കും. ഇതെല്ലാരും കഴിക്കില്ല. എല്ലാരും കഴിക്കില്ല. എല്ലാരും കഴിക്കില്ല എന്നാണോ? കറിയാണോ? ചിലര് കഴിക്കും. കറിയിലാണോ അതോ ബിരിയാണിയിലാവാം? എല്ലാ ഫുഡ് ഐറ്റംസിലും ഇതിടും. ഇതിടും പക്ഷെ അത് കഴിക്കില്ല. ഈ സാധനം ഇടും പക്ഷെ അത് നമ്മളത് കഴിക്കില്ല. ചുമ്മാ രസത്തിന് ഇടും. അതായത് അത് കഴിക്കില്ല അല്ലേ? നമ്മളത് കഴിക്കില്ല. ഓക്കേ, ആലോചിക്കേ. സോറി, ഞാൻ അത്രയും കപ്പാസിറ്റി ഓൾറെഡി യൂസ് ചെയ്തു. കിട്ടിയോ? സ്പൂണാണോ? ഒന്നും വെയിറ്റ് കിട്ടി. തവി. അതായത് കറിയിലിടും, എല്ലാ കറിയിലിടും, പക്ഷെ നമ്മളത് കഴിക്കില്ല. ഫാന്റാസ്റ്റിക് മോളെ. വെരി ഇന്റലക്ച്വൽ. വെരി സ്മാർട്ട്. ഓക്കേ ഷാൻ റഹ്മാൻ. ഹരിശങ്കർ സാറിനേക്കാളും കൂടുതൽ ബുദ്ധി ഇപ്പൊ ഷാനിക്കൊക്കെയാണ്. പണ്ട് മന്ദബുദ്ധി ആയിരുന്നു മക്കളെ. ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ഷാൻ റഹ്മാൻ. It's all in the game. എന്നാലും അതെങ്ങനെ? ഷാനത് ടകന്ന് കയറി പറഞ്ഞു. ഞങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു. ആണല്ലേ? I studied in America. അവിടെ ഞങ്ങൾ കറി ഉണ്ടാക്കാറില്ലല്ലോ. Only burger. We don't put spoon, okay? We don't put spoon in curry. We put finger. മോളെ ഇനി പറയട്ടെ. എന്തൊരു ആശ്വാസം. മനസ്സിലൊരു ഭാരം, സമാധാനമായി ഭാരം. അതെ മക്കളെ നന്നായിട്ട് പാടി. എനിക്ക് ആ തുടക്ക അനുപല്ലവിയില്ലേ, ഏതാ? അത് ഒരു ഭീകര ഷൗട്ടിങ് ആയിപ്പോയി മോള്. ഞാനത് ആലോചിച്ചു എന്തുകൊണ്ടാണെന്ന്. ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ. എനിക്കെന്നാ ജാനകിയമ്മയുടെ വോയിസ് ഒന്നാമത് അത്രോ ഇവര് അത് മനസ്സിലാക്കുന്ന വിധം അത് മാത്രം ഒന്ന് കൺട്രോൾഡ് ആയിട്ട് പാടാമോ? അതേപോലെ അതൊരു തെറ്റല്ല മോളെ, എന്നാൽ അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്താ. ഓക്കെ, ആ പൂവാക അത്രയും നീട്ടാണെന്ന് പാടിക്കേ. മതി മതി. ഇപ്പൊ താഴെ പാടിയില്ലേ, താഴത്തെ ഓക്ടേവിൽ ഇപ്പൊ പാടിയില്ല, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഹൈയിലൊന്ന് പാടി നോക്കി, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട്. അവിടെ മെയിൻ ആയിട്ട് പാടിയപ്പോ ചെറിയ ഓട്ടം ഉണ്ടായിരുന്നു, ഒരു ലെവൽ വെലോസിറ്റി കൂടുതൽ. അതൊരു തെറ്റൊന്നും അല്ല മോളെ, അത് പറഞ്ഞു പെട്ടെന്ന് നമ്മൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. പൂഭാഗം നാട് വിട്ടെന്ന് വിചാരിച്ചു. മക്കളെ അത്രേ ഉള്ളൂ. ഈ പൂഭാഗം അങ്ങനെ നീട്ടണ്ട കേട്ടോ. അതുപോലെ മോള് കുറച്ച് വാ തുറന്ന് അക്ഷരങ്ങൾ പറയണം. അപ്പോൾ കുറേയും കൂടെ ക്ലാരിറ്റി കിട്ടും. പല വാക്കുകൾ മോള് പറയുമ്പോൾ ഇപ്പോൾ ഈ പല്ലവിയുടെ എൻ്റെ എന്താണ്? അതല്ല മോളെ, അതിനു മുമ്പ് പൊന്നാട്. ആ പൊന്നേട് അന്നൊക്കെ പൊന്നാട. ആഹാ ബ്യൂട്ടിഫുൾ മോളെ, ബ്യൂട്ടിഫുൾ.
ഇപ്പൊ വാ തുറന്ന് പാടും. കഴിക്കാൻ മാത്രമല്ല, പാടുമ്പോഴും വായ തുറക്കണം കേട്ടോ. ഓക്കെ ഇല്ലെങ്കിൽ അങ്ങോട്ട് സ്പൂൺ എടുത്ത് തരത്തില്ല കേട്ടോ. അപ്പൊ മക്കളെ, ലവ് യുടാ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. വിജയ് ചേട്ടാ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മോളുടെ ഫീൽ, അതും ഈ 10ാമത്തെ വയസ്സിൽ ഇത്രയും ഫീലായിട്ട് പാടാൻ പറ്റുന്നത് ഒരു വലിയൊരു ഇറ്റ്സ് അമേസിങ്. അതിന് ഈ പാട്ടുകളൊക്കെ ഐ തിങ്ക് മേ ബി കുറച്ചുകൂടെയും കൊച്ചിലെ തൊട്ട് തന്നെ ഇതൊക്കെ കേൾപ്പിച്ച് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് പറയാം അല്ലേ? അതെ. അപ്പോൾ അത് അത്രയ്ക്കും ഐ തിങ്ക് ചില പോർഷൻസൊക്കെ ചരണത്തിലൊക്കെ ചില പോർഷൻസൊക്കെ ഈ പറഞ്ഞ ഇത് കഴിഞ്ഞിട്ടുള്ള ഇപ്പം പാടിയ പൂവാക കഴിഞ്ഞിട്ടുള്ള പോർഷനൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഫീലും അതിൻ്റെക്ക് വന്ന അല്ല ഓരോരോ മൂവ്മെന്റ്സ് ഒക്കെ അസാധ്യം, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പാടി. നമ്മൾ എന്താ വെച്ചാൽ ജാനകിയമ്മയുടെ വോയിസിൽ വരുന്ന ആ ത്രോ, പക്ഷെ പുള്ളിക്കാരി ആകെ ഇങ്ങനെ ആയിരിക്കും പാടുന്നത്, ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്. പക്ഷെ പുള്ളിക്കാരുടെ വോയിസിന്റെ ത്രോന്റെ ഇതാണ് നമുക്കത് ഭയങ്കര ഇതായിട്ട് ലൗഡായിട്ട് പാടുന്നത്. പക്ഷെ അത്രയും ലൗഡായിട്ട് പാടേണ്ട ആവശ്യമില്ല. അവിടെ മാത്രമല്ല, ബാക്കി എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വിജയ് ചേട്ടാ. താങ്ക് യു. ഷാനിക. യെസ്. ഞാൻ എന്താ വേണ്ടത്? യെസിന്റെ ആവശ്യമില്ല ആക്ച്വലി. വൈ നോട്ട്? നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ജഡ്ജ്മെന്റ് പറയാനാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കണം. എന്തിന്? ജഡ്ജ്മെന്റ്. Yeah, ഓക്കെ. of course. Today is the judgment day. എന്റെ ധ്രുവ കാലയ്ക്ക് മോളെ. താങ്ക് യു സർ. ഞാനും ആകെ ഈ പൂവാക ആണ്. 2 പൂവാക. ആദ്യത്തെ പൂവാക കുറച്ച് ഷൗട്ടിങ് പോലെ തോന്നി. രണ്ടാമത്തെ പൂവാകയാണെങ്കിൽ മറ്റേ ഇച്ചിരി നേരത്തെ വന്നു, ഒന്ന് ടെമ്പോ ഒന്ന് മാറി. അതർവൈസ് മോളെ ആ താഴമ്പൂ പോൽ ആ പ്ലാൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതുപോലെ താങ്ക് യു സർ. അതേ പ്ലാൻ തന്നെ ചരണത്തിൽ ഈ സന്ധ്യ അടിപൊളിയായിരുന്നു മോളെ. അത് Thank you, വെരി sir. കൺട്രോൾഡ് സിംഗിങ്. ഈ ഒരു പൂവാകയിൽ മാത്രം ഒന്ന് പോയി കൺട്രോള്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നല്ല ഫീൽ കൊടുത്തിട്ട് നമ്മൾ പാടിയത് കേട്ടോ. താങ്ക് യു സർ. ഗംഭീര സോങ് സെലക്ഷൻ, മോളുടെ വോയിസിന് പറ്റിയ പാട്ട് കേട്ടോ. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക. ധ്രുവ. എന്തോ മാർക്സ്. മാർക്സ്. യാ, ചോദിക്കാം. ഓക്കെ. കൊണ്ടിട്ടെന്ന് കണ്ടില്ലല്ലോ ഒന്നും ഇടുന്നേ. നേരത്തെ ഇട്ടോ? ഇടയ്ക്ക് ഒരെണ്ണം എടുത്ത് ചാവിക്കുന്നൊക്കെ കണ്ടു. ഇപ്പോഴും മാർക്കൊക്കെ എടുത്ത് രണ്ട് കുട്ടികളുടെ mark അത് തിന്നെന്ന്. വേറെ ബോക്സ്. Okay. This boy getting very confused nowadays. Yeah. You know? No, we are not Yeah, yeah. confused. These boys. These young boys. Young boys. Okay, ശരത് സർ. മോളെ എന്തോ 9 marks. താങ്ക് യു സർ. ഷാനിക. 8.5 plus 0.5. വല്ലാത്ത Come on. ക്രിയേറ്റിവിറ്റി. I just do things differently. No. 9 marks മോളെ. താങ്ക് യു സർ. ടോട്ടൽ 18 മാർക്സ്. സൂപ്പർ ധ്രുവ, സൂപ്പർ. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ. ബൈ.